ഹായ് ഹലോ കണ്ണനും കണ്ണാടിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഇത് കണ്ടോ, ഉണക്കമീനാണ്, ചാളയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു കറി ഉണ്ടാക്കിയാലോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ കറി ഉണക്കമീൻ കറി വെച്ചത് കേട്ടോ. ഈ ഉണക്കമീൻ പൊട്ടിച്ച് ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് കിടന്ന് വെള്ളത്തിൽ കിടന്നൊന്ന് കുതിർന്ന് വരട്ടെ കേട്ടോ. അപ്പം അത് മാത്രമല്ല, ആ സമയം നമുക്കിതിൻ്റെ ഈ ഇതുണ്ടല്ലോ ചെതമ്പൽ, ഇതൊക്കെ എടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 10 മിനിറ്റ് കിടക്കട്ടെ. ഈ സമയത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ തിരുമ്മി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉണക്കമീനിനുള്ള അരപ്പ് തയ്യാറാക്കാനുള്ളതാണ്. തേങ്ങ ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ള തേങ്ങയുണ്ട്, കുഞ്ഞുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പുളി. ഇതിൽ വന്നിട്ട് മല്ലിപ്പൊടി കുറവാണ്, കുറച്ച് ചേർക്കാറുള്ളൂ. പിന്നെ മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ചിട്ടാണ്. ഇവിടെ അത്യാവശ്യം എരിവ് വേണം, അതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടി ഉള്ളത്. എരിവ് കുറച്ചുള്ളവർ കുറച്ചായിട്ട് ചേർക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. കണ്ടോ, നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കമീൻ ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കമീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി കട്ട് ചെയ്തിടാനുണ്ട്. കണ്ടോ, സവാള, ടൊമാറ്റോ, ഇഞ്ചി, ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വരട്ടെ. പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്. അടുത്ത് വന്നിട്ട് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. പിന്നെ വന്നിട്ട് ടൊമാറ്റോ ഇട്ടു. ഇനി നമുക്കിതിലേക്ക് അരപ്പൊടി മിക്സ് ചെയ്യാം. അരപ്പൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും 2 പച്ചമുളക് അരിഞ്ഞതുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ. സാധാരണ എല്ലാവരും പറയും ഉപ്പ് ചേർക്കില്ലെന്ന്, പക്ഷേ ഇത് കുറച്ചല്ലേ ഉള്ളൂ ഇതിൽ ഉണക്കമീൻ. അപ്പോൾ കറിക്ക് ഉപ്പ് വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാമെങ്കിലേ കറിക്ക് ഒരു ഉപ്പ് വരത്തുള്ളൂ. ഉണക്കമീനിലെ ഉപ്പൊക്കെ ഇപ്പം വെള്ളത്തിലിടുമ്പോൾ അതൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളക്കട്ടെ കേട്ടോ. നമ്മുടെ കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്നായാൽ ആവശ്യത്തിന് എല്ലാവരുടെ കണക്കിനനുസരിച്ച് ഗ്രേവി ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. കറി വേണമെന്നുള്ളവർക്ക് നന്നായിട്ട് എടുക്കാം, അല്ലാത്തുള്ളവർക്ക് വറ്റിക്കണമെന്നുള്ളവർ വറ്റിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് എന്തായാലും കുറച്ചുകൂടി ഒന്ന് വറ്റട്ടെ. കണ്ടോ, കറി ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടമാകുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.